Okay, മക്കളെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് പോകാം. ഫോളോയിങ് ഇസ് എ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ അരോമാറ്റിക് പ്രൈമറി അമീൻസ്. ഐഡന്റിഫൈ റിയേജന്റ് എ ആൻഡ് ബി. അനിലീനെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആക്കുന്നു. അവിടെ തന്നെ നമുക്ക് എ എന്താണെന്ന് കിട്ടി. എ ഇസ് വാട്ട്? എ ഇസ് നത്തിങ് ബട്ട് NaNO2 plus HCl at 0 to 5 degrees Celsius. അല്ലേ? NaNO2 plus HCl at 0 to 5 degrees Celsius. Benzene diazonium chloride when treated with B in presence of NaOH നമുക്കൊരു സ്കാർലറ്റ് റെഡ് ഡൈ കിട്ടുന്നു. നിങ്ങൾക്കറിയാം ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് when it is treated with beta naphthol. When it is treated with beta naphthol. ബീറ്റാ നാഫ്തോളിന്റെ സ്ട്രക്ചർ എന്താ മക്കളെ? ബീറ്റാ നാഫ്തോളിന്റെ സ്ട്രക്ചർ എന്താണ്? ബീറ്റാ നാഫ്തോളിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഞാൻ അവിടെ നിന്ന് എഴുതി കാണിച്ചു തരാം. അപ്പൊ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. when it is treated with beta naphthol, നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിൽ അവൻ കയറി വരും. N double bond N with a benzene ring. Got it? Fine. ഇതാണ് ബേസിക്കലി സ്കാർലറ്റ് ഡൈ, റെഡ് ഡൈ, സ്കാർലറ്റ് റെഡ് ഡൈ കളർ വരുന്നത്. ഓക്കെ ആണോ മക്കളെ? ഫൈൻ. ഇത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോഫൈൽ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഇതാണ്. ഈ പൈ ബോണ്ടിനെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കനോണിക്കൽ സ്ട്രക്ചർ കിട്ടും. N double bond N plus. അപ്പൊ ഇത് ബീറ്റാ നാഫ്തോൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം OH എന്ന് പറയുന്നത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണ്. OH ഇസ് ആൻ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. OHന്റെ പാരാ പൊസിഷൻ എന്തായാലും ബുക്ക്ഡ് ആണ്. അപ്പൊ OHന്റെ ഈ ഒരു ഓർത്തോ പൊസിഷനിലേക്ക് ഇവൻ കയറി വന്ന് അറ്റാക്ക് ചെയ്യും, ഇവിടേക്ക് വന്ന് അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഈ സ്ട്രക്ചർ കിട്ടുന്നത്. Got it? So A എന്താണ്? NaNO2 HCl and at 0 to 5 degrees Celsius. B is nothing but beta naphthol. So basically 4 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ.